അതുകൊണ്ട് പള്ളി എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പള്ളിക്ക് വരാനുള്ള ഒരു ആകർഷണീയത ഉണ്ടായിരിക്കുകയും വേണം. പള്ളി എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യങ്ങൾക്കും പള്ളി മസ്ജിദ്. വിശ്രമിക്കാൻ പള്ളിയിൽ വരാം. ചിലയിടത്തൊക്കെ എഴുതി വെക്കാറുണ്ട് പള്ളിയിൽ കിടന്നുറങ്ങരുത്. അതൊരു പക്ഷെ നല്ലതായിരിക്കും. ചിലപ്പോൾ മനുഷ്യന് അന്തല്ലാത്ത ഉറക്കം ഉറങ്ങിയിട്ട് പിന്നെ അവിടെ വായുന്നൊക്കെ വരുന്നതൊക്കെ മുസല്ലയിലാകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നിസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കരുതിയിട്ടായിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ മസ്ജിദിൽ വിശ്രമിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്, എല്ലാറ്റിനുള്ളതാണ്. ഒരാൾക്ക് കുടിക്കാൻ സൗകര്യമാണെങ്കിൽ അത് പള്ളിയിലുണ്ടാകണം. ഒരാൾക്ക് പ്രാഥമികമായ കർമ്മങ്ങൾ നിർവഹിക്കണമെങ്കിൽ അത് പള്ളിയിൽ അതിനുള്ള സൗകര്യം, പള്ളിയുമായി ബന്ധപ്പെട്ട് അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. ഒരാൾക്ക് പള്ളി ആനന്ദമായിരിക്കണം. ചിലയിടത്ത് എഴുതി വെക്കുന്നതാ പ്രധാന ജമാഅത്തുകൾക്ക് മാത്രമേ ഫാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോ തറവാട്ട് സ്വത്താണതെന്ന വിചാരം. പള്ളി മുഅ്മിനീങ്ങൾക്ക് ആശ്വാസത്തോടു കൂടി വന്ന് നിസ്കരിക്കാനുള്ളതാണ്. നല്ല ചൂടുള്ള സമയത്ത് AC ഇട്ട് ഫാനൊക്കെ ഇട്ടിട്ട് ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി അവൻ അങ്ങനെ നിസ്കരിക്കണം, അത് അവനുള്ളതാണ്, അവകാശപ്പെട്ടതാണ്. ഇങ്ങനെ എഴുതി വെക്കാം. തിരിച്ചു പോകുമ്പോൾ ഫാൻ ഓഫാക്കാൻ മറക്കാതിരിക്കുക എന്ന് എഴുതി വെക്കാം. എല്ലാ നിലക്കും ഒരു സത്യവിശ്വാസി ആകർഷിക്കുന്നതായിരിക്കണം. കുഞ്ഞു മക്കൾ വരുമ്പം പള്ളിയിലേക്ക് ചെറുപ്പത്തിൽ ആകർഷിക്കണമല്ലോ മക്കളെ, കുട്ടികളെ. അവർക്ക് പള്ളി ഒരു പേടി സ്വപ്നമാവരുത്. ചില വലിപ്പം വെച്ചിട്ട് ചില കുട്ടികൾ പറയാറുണ്ട്, അല്ലാ അന്ന് പള്ളിക്ക് പോയതാണ് പിന്നെ പള്ളിയിൽ പോയിട്ടില്ല എന്ന്. കാരണം ആ കാരണവർ അന്ന് അടിച്ചു വിട്ടതാണ്. അജാതി ചീത്തി ചെറിയ കുട്ടികളെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ വരൂല പള്ളിക്ക്. കുട്ടികൾ ചെറിയ കുരുത്തക്കടൊക്കെ കളിക്കും. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? സന്മനസ്സ സൽബുദ്ധ്യ അവരെ ഉപദേശിച്ചു കൊടുക്കുക, തെറ്റു തിരുത്തി കൊടുക്കുക. എത്രത്തോളം അറാബിയായ പ്രാഥമികമായി പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പള്ളിയിൽ വെച്ച് മൂത്രമൊഴിച്ചപ്പം സഹാബാക്കൾ എല്ലാവരും കൂടി അവനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി, ഒരു മുത്ത മനുഷ്യന് മൂത്രമൊഴിച്ചപ്പം കൈകാര്യം ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയും, വിടവനെ, ഒന്നും ചെയ്യരുത്, ഒന്നും പറയണ്ട, ഒന്നും ചെയ്യരുത്, ഒരു ബക്കറ്റ് വെള്ളം കെട്ട് കൊണ്ടുവരൂ, ഒഴിച്ച് ഞാൻ വൃത്തിയാക്കിക്കോളാം. പള്ളിയിൽ ഒരാളെ വെറുപ്പിക്കരുത്. പള്ളിയിലേക്ക് ഒരാൾ വരുന്നതിന് വിഷമമുണ്ടാവരുത്. അതിന്റെ ഭാഗമാണ് പള്ളി സംഘടനാ പള്ളികളാകാനും പാടില്ല എന്നുള്ളത്. ചില പള്ളികളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംഘടനാ വർത്താനായിരിക്കും, മറ്റുള്ള സംഘടനകളിൽപ്പെട്ടവരെ കുറ്റം പറയലായിരിക്കും. പിന്നെ ആ പള്ളിക്ക് ഓൻക്ക് വരാൻ തോന്നുമോ? ആളുകളെ വെറുപ്പിക്കാനുള്ളതല്ല, വിഭാഗീയത പറയാനുള്ളതല്ല, അകറ്റാനുള്ളതല്ല മസ്ജിദ്. ഒന്നിപ്പിക്കുവാനുള്ളതാണ്, യോജിപ്പിക്കുവാനുള്ളതാണ്. അവിടെ കിട്ടേണ്ടത് ഹൃദയ വിശാലതയാണ്, ഒരുമയുടെ സന്ദേശമാണ്. അപ്പോ അങ്ങനെ മസ്ജിദ് ഉണ്ടാകണം.